മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പറഞ്ഞത് നിയമസഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഇന്ന് ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് ഈ ഓഹരി കൈമാറ്റത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും അത് വിഴിഞ്ഞത്തിൻ്റെ വിശാല താല്പര്യത്തിനും സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിനും എങ്ങനെയൊക്കെ വിഘാതമാകും, വിരുദ്ധമാകും, വൈരുദ്ധ്യം നിറഞ്ഞതാണ്, അത് അനുവദിക്കാനാവില്ല എന്ന് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും പറയുന്നതൊക്കെ കേട്ടു. അവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ വിവരം അറിഞ്ഞിട്ടില്ല, പത്രമാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് ആ നിലയ്ക്ക് മുഖവിലക്കെടുക്കാൻ കഴിയുന്നതാണോ പ്രതിപക്ഷത്തെ സംബന്ധിച്ച്? അത് അവിശ്വസനീയമാണ് എങ്കിൽ എന്തുകൊണ്ട്? അല്ല, ഇത്തരമൊരു കച്ചവടം അറിഞ്ഞിട്ടില്ല എന്ന് പാസീവായി പറയല്ലാതെ അങ്ങനൊരു കച്ചവടം നടക്കില്ല എന്ന് പറയാൻ ആർജവം ഉണ്ടാകണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക്. 25% കൂടുതൽ ഓഹരി അതിൻ്റെ പങ്കാളിയായ അദാനിക്ക് കൈമാറാൻ അവകാശമില്ല സംസ്ഥാന സർക്കാർ അറിയാതെ എന്ന വ്യവസ്ഥയിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പത്രക്കുറിപ്പ് ഇറക്കിയത് എന്ന് ചോദിക്കാനുള്ള ഒരു തൻ്റെ ഇടം ചുമതല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കില്ലേ? അതിനു പകരം പാസീവായി ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത്. എന്താ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഒന്നാമതായി ഏതാണ്ട് 2597 കോടി രൂപയാണ് അദാനിയുടെ കമ്പനി ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ടിപ്പോൾ മുടക്കുന്നത്. ഈ ഘട്ടത്തിൽ അത്രയും രൂപ മുടക്കുന്ന അദാനിക്ക് ഇപ്പോൾ ഒരു 13,000 കോടി രൂപ MSC കമ്പനി നൽകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവർ തമ്മിലുള്ള പങ്ക് കച്ചവടം. ഇതിൽ ദേശാഭിമാനി പത്രം രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്ത ഘട്ടത്തിൽ ഈ ഉയർന്ന വില വിഴിഞ്ഞത്തിനുണ്ടാകാൻ കാരണം ഇടതുപക്ഷത്തിൻ്റെ നയമാണ്, ഇടതുപക്ഷത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ് എന്ന് പറയുകയുണ്ടായി. അതിനർത്ഥം ഈ കച്ചവടത്തിന് ദേശാഭിമാനി കൂട്ടു നിൽക്കുന്നു എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ കണ്ടുകൊണ്ടാണ് ഞാനത് പ്രതികരിക്കുന്നത്. ഇത്തരമൊരു കൂട്ടുകച്ചവടം നടത്താൻ ദേശാഭിമാനി പിന്തുണയ്ക്കുകയല്ല ചെയ്തത്. ഈ ഉയർന്ന വിലയിലേക്ക് എങ്ങനെ വിഴിഞ്ഞം പോയി? അത്രയും മുതൽ മുടക്ക് വിഴിഞ്ഞത്തിപ്പോൾ ഉണ്ടോ? അപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു മൂല്യം വിഴിഞ്ഞത്തിന് വന്നതിന് പിന്നിൽ ഇടതുപക്ഷത്തിൻ്റെ 10 കൊല്ലത്തെക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കടൽ ചൂഷണമെന്ന് പറഞ്ഞ് വിമോചന സമരം പ്രഖ്യാപിച്ച് അതിനെ അട്ടിമറിക്കാനും പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കാനും നടന്നവരെ മറികടന്ന് നേടിയൊരു വിജയം അതിലുണ്ട്. അത് രാഷ്ട്രീയമായി നാളെയും ഞങ്ങൾ പറയും, CPM പറയും. അതിൻ്റെ കച്ചവട ഭാഗത്തെയാണ് കൃത്യമായി ഇന്ന് പ്രതിപക്ഷ നേതാവും ബഹുമാനായ ശ്രീ തോമസ് ഐസക്കും അത് ചൂണ്ടിക്കാണിക്കുകയും അതിൽ LDFന് നിലവിലുള്ള നയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നാം വളരെ അതിശയത്തോടെ കാണേണ്ട ഒരു കാര്യം, BS സർക്കാർ അധികാരത്തിൽ ഇരിക്കെ ഒരിക്കൽ ടെൻഡർ വന്ന് ടെൻഡറിന് കമ്പനി പിടിച്ചതല്ലേ, പിടിച്ച കമ്പനിക്ക് അനുവാദം കൊടുക്കാതിരുന്ന ആരാണ്? കേന്ദ്ര സർക്കാർ. എന്തായിരുന്നു കാര്യം? വിദേശബന്ധം. അപ്പോൾ വിദേശബന്ധമുള്ളൊരു കമ്പനി വന്ന് കേരളത്തിലെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്താൽ അതോടുകൂടി രാജ്യസുരക്ഷ അപകടത്തിലാകും. അത് ബഹുമാനപ്പെട്ട AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്താണ് ആ ടെൻഡർ അസാധുവായി പോയത്. വിദേശ കമ്പനി പാടില്ല. ഉമ്മൻചാണ്ടി സ്വദേശ കമ്പനിക്ക് കൊടുത്തു. അപ്പോൾ സ്വദേശ കമ്പനിക്ക് കൊടുത്തുവെങ്കിൽ ഇപ്പോൾ വിദേശ കമ്പനി വരുന്ന ആന്റണിയുടെ കാലത്തെ അന്നത്തെ എതിർപ്പ് ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഇന്നും ഈ വിദേശ കമ്പനിയെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തോ? നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദാനിയോട് തർക്കമുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരം യാത്ര നടത്തിയപ്പോൾ അദാനിയുടെ പ്രതിനിധികളെ കണ്ടു. ഇത് സത്യമായ കാര്യമാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാൻ പോയതൊക്കെ വലതുപക്ഷ മാധ്യമങ്ങൾ കൂടെ നിൽക്കുമ്പോൾ അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു പല്ലാളുടെ ബലത്തിൽ പറഞ്ഞൊഴിയാമെന്നല്ലാതെ അദാനിയുടെ അടുത്ത ആളുകളെ കണ്ടു അല്ലെങ്കിൽ ആ വിമാനയാത്രയുടെ ചെലവാര് വഹിച്ചു എന്ന് മുഖ്യമന്ത്രി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. നിയമസഭാ സമ്മേളനത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞല്ലോ, ഇതുവരെ മറുപടി പറഞ്ഞോ? ആർജവമുണ്ടെങ്കിൽ എവിടെ പോയി അദ്ദേഹത്തിൻ്റെ ആ വെല്ലുവിളിയുടെ ശരീരഭാഷ? എല്ലാത്തിനും ഉത്തരം പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ, ആ വണ്ടിക്കൂലി ആരാ മുടക്കിയത്, വിമാനക്കൂലി ആരാ മുടക്കിയത് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? ഏതെങ്കിലും മാധ്യമം ചോദിച്ച് ഞാൻ കേട്ടില്ല. അപ്പോൾ അദാനിയുടെ വിമാനത്തിലെ യാത്ര, അദാനിയുടെ അധ്യക്ഷനുമായിട്ടുള്ള കമ്പനിയുടെ ചെയർമാനുമായിട്ടുള്ള അവരുടെ കൂടിക്കാഴ്ച, ഇതെല്ലാം വ്യക്തമാണ്. ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ എന്താണ്? താനിത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞൊഴിയുമ്പോൾ അതിന് പരാതിയില്ലാത്തൊരു മുഖ്യമന്ത്രിയെ കാണുന്നത്. കേരളത്തിൻ്റെ മുതലാണ്, കേരളവുമായി ബന്ധപ്പെട്ട കരാറാണ്, കരാറുകാരനെ നടത്തിപ്പിന് ഏൽപ്പിച്ചിരിക്കുകയാണ്.
കമ്പനി കേരളത്തിൻ്റെ വിഴിഞ്ഞെന്ന് പറയുന്നത് കേരളത്തിൻ്റെ തുറമുഖമാണ്. അതിനിങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നല്ല പറയേണ്ടിയിരുന്നത്. 25% മേലെ ഒരു ഷെയറിൻ്റെ ഇടപാട് ഇപ്രകാരം നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അസാധുവാണ്. കേരള സർക്കാർ അതിൻ്റെ ഭാഗമല്ല. ശരി. അവിടെ കരാർ നിലനിൽക്കുന്നതല്ല. അതുമായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയണ്ടേ? ശരി. അത് പറയുന്നതിനുള്ള ആർജവമില്ലാതെ ഇതെങ്ങനെയും സാധിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മദ്യനയം കണ്ടല്ലോ, നികുതി ഇളവ് UDF വിട്ടിരിക്കുന്ന ആൾ നിയമസഭയിൽ ഇത് പാസ്സാക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. നിയമമായി കഴിഞ്ഞാൽ പിന്നെ കമ്പനിക്കാർ കോടതി കേസ് കൊടുത്ത് അത് വാങ്ങിച്ചോളും. സുധീരൻ്റെ സഹായം വേണ്ട, KC വേണുഗോപാലിൻ്റെ സഹായം വേണ്ട. മന്ത്രിസഭ നയിക്കുന്നത് കോൺഗ്രസ് അല്ല, എല്ലാം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആ വ്യക്തി എന്ന് പറയുന്നത് കൃത്യമായും തീരുമാനിക്കപ്പെട്ട ചില ആളുകളുടെ കയ്യിലാണ്. അതിലൊന്നാണ് അദാനി. അത് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ശരി.